ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് അയ്യരെ ഒഴിവാക്കിയത് അദാനിക്ക് അവസരം വെക്കുക എന്നുള്ള ഒരു പരാതി ഉണ്ട്. ഇല്ല, ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വളരെ ദുരൂഹത നിറഞ്ഞതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ വന്ന് ഒരു 1.5 മാസം കഴിയുന്നതിനുള്ളിൽ ആ സർക്കാരിൻ്റെ വിശ്വാസ്യത ഇത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നു. ദുരൂഹ നീക്കമായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഓഹരി കൈമാറ്റമുണ്ട് എന്ന വിവരം ഔദ്യോഗികമായി ലഭിക്കാൻ വൈകി എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെയൊരു വിവരമുണ്ടെങ്കിൽ സർക്കാർ അതിലെടുക്കേണ്ട ചില സമീപനമുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി അതിലൊരു നിലപാട് സ്വീകരിച്ചത്. സർക്കാരിന് നിയമപരമായി തന്നെ അതിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെബിയെ അറിയിക്കാം. നമ്മുടെ രാജ്യത്തെ ഷെയറുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായി അതിൽ ഇടപെടാൻ സാധിക്കുന്ന നിലയുള്ള സെൻറ്റർ എന്നുള്ള നിലയിൽ സെബിയെ അറിയിക്കാം. സെബിയെ അറിയിച്ചിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് കേരളത്തിലെ ഗവൺമെൻറ്. ആ നിലയിൽ അതോറിറ്റിക്ക് അദാനി കമ്പനിക്ക് നോട്ടീസ് അയക്കാം. പല നിലയിൽ, 2 നിലയിൽ നോട്ടീസ് അയക്കാം. ഒന്ന്, ഇവിടെ ലംഘനം ഉണ്ടായിരിക്കുകയാണ്, കരാർ ലംഘനം ഉണ്ടായിരിക്കുകയാണ്, അതിനയക്കാം. അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി കാരണം എന്നുള്ള നിലയിൽ നോട്ടീസ് അയക്കാം. ഇതും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്ന വകുപ്പുകൾ നിയമവകുപ്പ്, തുറമുഖ വകുപ്പ്, ധനകാര്യ വകുപ്പ്, മുഖ്യമന്ത്രി. നിയമവകുപ്പിൻ്റെയും തുറമുഖ വകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും സെക്രട്ടറിമാരും ഈ വകുപ്പിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും. ആരൊക്കെ ഈ വകുപ്പിൻ്റെ മന്ത്രിമാർ? തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി ഡി സതീശൻ, നിയമവകുപ്പ് മന്ത്രി ശ്രീ വി ഡി സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി ഡി സതീശൻ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. ആരേത് വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണുള്ളത്, ഗവൺമെൻറ്റാണ്. പക്ഷേ ഇങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇപ്പോൾ നിയമം, ധനകാര്യം, തുറമുഖം, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കൈകളിൽ വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പ്രധാനപ്പെട്ട 2 വകുപ്പാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പായി ഒരു ക്യാബിനറ്റ്, ഒരു ഗവൺമെൻറ് മാറുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്ന പ്രധാനപ്പെട്ട 2 വകുപ്പാണ് ധനകാര്യ വകുപ്പും നിയമവകുപ്പും. അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷത്തെ ക്യാബിനറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ് ഒക്കെ ഡിസ്കഷൻ പോയിൻ്റായി കൊണ്ടുവരികയും നിയമവകുപ്പും ധനകാര്യ വകുപ്പ് ഒരു പ്രധാന റോളാണ് കലക്റ്റീവ് ലീഡർഷിപ്പിൽ വഹിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഒരു വ്യക്തി എടുത്തു എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു, വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ വകുപ്പ് വിഭജനം നടന്നപ്പോഴുള്ളതിനേക്കാൾ ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാരണമായി മാറി. അപ്പം ഇത് ദുരൂഹത നിറഞ്ഞ ഒരു നീക്കമാണ്. ഐക്യകേരളം ഉണ്ടായതിനു ശേഷമുള്ള നിരവധി സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നിരവധി സർക്കാരുകളിൽ ഈ 1.5 മാസത്തിനിടയിൽ ഇത്രയധികം ക്രെഡിബിലിറ്റിക്ക് കോട്ടം തട്ടിയ ഒരു ഗവൺമെൻറ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഗവൺമെൻറ്റാണ്. ഞങ്ങൾ പ്രതിപക്ഷം തുടക്കത്തിലേ പറഞ്ഞു, ഒരു ഗവൺമെൻറ് വന്ന ഉടനെ ചാടി കയറി അതിനെ എതിർക്കുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ ഈ ചുരുങ്ങിയ കാലത്ത് തന്നെ വന്നല്ലോ. ഞങ്ങൾ അതിലെടുത്ത സമീപനം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ ഇതിനെതിരെയുള്ള പ്രതിഷേധ ശബ്ദമുയരുന്നത് യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് നമ്മൾ കാണണം. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, BJP ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അദാനിക്ക് എങ്ങനെ ഇടപെടാൻ സൗകര്യമൊരുക്കുന്നുവോ അതിന് സമാനമാണ് കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ ഇടപെടലെന്നുള്ള ധ്വനിയിലുള്ള പ്രസ്താവനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ BJP നയിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ അദാനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെ കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സാധിക്കുന്നു. അപ്പോൾ അദാനിയും BJPയുമുള്ള ബന്ധം പോലെ തന്നെ അദാനിയും കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ധ്വനിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു. വളരെ ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ അടിയന്തരമായ ഈ വിഷയത്തിൽ ഗവൺമെൻറ്, മുഖ്യമന്ത്രി കർക്കശമായ നിലപാട് സ്വീകരിക്കണം. ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വിഷയമാണ്, ഒരു പൊതു നന്മയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ ജനങ്ങളുടെ
മനസ്സിലാകെ ഒരു ദുരൂഹത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൗരവമായി വിഷയത്തെ കാണും. ഈ കെ സി വേണുഗോപാൽ പറയുന്നത് ഇത് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനമല്ല, പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുക എന്ന് ചോദ്യത്തിൽ പറഞ്ഞത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. AICCയുടെ സെക്രട്ടറി തന്നെ പറയുന്നു, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനിക്ക് ഇടപെടുന്നത് പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇടപെടാൻ പറ്റില്ല. എന്നാൽ അതിന് സമാനമായി എങ്ങനെ ഇടപെട്ടു എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അപ്പോൾ അനൗദ്യോഗികമായി അറിയിച്ചോ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ധൈര്യം വന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കാതെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും അദാനിക്ക് എങ്ങനെ വന്നു? അത് ഗൗരവമേറിയ പ്രശ്നമാണ്. അപ്പോൾ അത് പൊതുവെ ഇനി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അല്ല, നമ്മൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല. അപ്പോൾ ശക്തമായ പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും.